അഴിമതി വെച്ചുപുറപ്പിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വീണ്ടും നൽകിയിരിക്കുന്നത്. ഔഷധിയിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ വൻ നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത അതിവേഗ സർജിക്കൽ സ്ട്രൈക്കാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ക്രമക്കേടുകൾ തെളിഞ്ഞതോടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃദീക്കിനെ സ്ഥാനത്ത് നിന്ന് ഉടനടി നീക്കം ചെയ്യുകയും കേസ് വിജിലൻസ് അന്വേഷണത്തിന് വിടുകയും ചെയ്തു. അഴിമതിക്കാർക്ക് ഇനി ഈ വകുപ്പിൽ സ്ഥാനമില്ലെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഔഷധിയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് നടന്നിരുന്നത്. തുറന്ന ടെൻഡറുകൾ വിളിക്കാതെ സുതാര്യത കാറ്റിൽ പറത്തി 34 കോടിയോളം രൂപയുടെ നിർമ്മാണ കരാറുകൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയതായിരുന്നു പ്രധാന ആരോപണം. ബിഡ് നോട്ടിഫിക്കേഷന്റെ മറവിൽ വിരലിലെണ്ണാവുന്നതുവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ വൻ തുകയുടെ പദ്ധതികൾ കൈമാറിയത്. പ്രവർത്തികളിൽ അപാകതയുണ്ടായിട്ടും സമയബന്ധിതമായി പണികൾ തീർക്കാതിരുന്നിട്ടും വീണ്ടും അധിക തുകയുടെ നിർമ്മാണ ചുമതലകൾ ഇതേ സംഘത്തിന് വെച്ചുനീട്ടി. ഇതിനു പുറമെയാണ് സ്ഥാപനത്തിന്റെ വിറ്റുവരവിൽ വൻ കൃത്രിമം കാണിച്ചത്. സാധാരണ ദിവസങ്ങളിൽ 15 കോടി രൂപ വിൽപ്പന നടന്നിരുന്ന സ്ഥാനത്ത് 2025 മാർച്ച് മാസത്തിൽ മാത്രം 46 കോടിയുടെ വിൽപ്പന നടന്നതായി വ്യാജരേഖകൾ ചമച്ചു. സ്റ്റോക്ക് വിറ്റുപോകാതെ വ്യാജ കണക്കുകൾ ഉണ്ടാക്കി അധികൃതരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു നീക്കം. ഇത് സംബന്ധിച്ച് ആയുഷ് വകുപ്പ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും മറുപടി നൽകാൻ MD വിസമ്മതിക്കുകയായിരുന്നു. മണ്ണൂത്തി നേർക്കാഴ്ച അസോസിയേഷന്റെ സതീഷ് നടത്തിയ നിരന്തര പോരാട്ടത്തിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അടിയന്തര നടപടിക്ക് മന്ത്രി കെ മുരളീധരൻ ഉത്തരവിടുകയായിരുന്നു. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയും MDയെ അടിയന്തരമായി നീക്കം ചെയ്ത് PM ലതാകുമാരിക്ക് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സുതാര്യത സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കർശന നടപടികൾ അത്യാവശ്യമാണെന്ന മന്ത്രിയുടെ തീരുമാനത്തെ ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. അഴിമതിക്കാർ എത്ര ശക്തരായാലും കെ മുരളീധരന്റെ മുന്നിൽ രക്ഷയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ സംഭവം.